എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്തയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഡി കെ ശിവകുമാറും ഫാമിലിയും സ്വന്തം മകളടക്കം കുംഭമേളയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനു മുന്നേ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു തിട്ടൂരം ഇറക്കിയിരുന്നു. അതായത് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. കുംഭമേളയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കുംഭമേളയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ പട്ടിണി മാറുമോ എന്നൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യം 60 വർഷക്കാലം ഭരിച്ചതാരാണ്? താൻ നയിക്കുന്ന ഈ കിളവൻ നയിക്കുന്ന പാർട്ടിയായിരുന്നു. ഈ കിളവൻ നയിക്കുന്ന പാർട്ടിക്ക് രാജ്യത്തെ ജനങ്ങൾ 60 വർഷം ഭരിച്ചപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ സാധിച്ചില്ലേ? അപ്പോൾ സാധിച്ചില്ലെങ്കിൽ ഇമാതിരി വർത്താനം പറയാൻ പാടില്ല. അപ്പോൾ ഈ കിളവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയാണ് ഡി കെ ശിവകുമാർ ഫാമിലിയും കുംഭമേളയിൽ പങ്കെടുത്തത്. ആദ്യം മകൾ പോയി പങ്കെടുത്ത് യോഗി ആദിത്യനാഥിനെയും കുംഭമേളയിൽ ആ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തുന്ന യോഗി സർക്കാരിനെയും പുകഴ്ത്തി സോഷ്യൽ മീഡിയ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് വലിയ വാർത്തയാക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾ, പ്രത്യേകിച്ച് ഡി കെ ശിവകുമാറിൻ്റെ പോലെയുള്ള ഒരു നേതാവിൻ്റെ, അത് അതിശക്തനായ കർണാടക കോൺഗ്രസിൻ്റെ നെടുന്തൂണാണ്, നട്ടലാണ് ശിവകുമാർ. അദ്ദേഹത്തിൻ്റെ മകൾ യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരാളെ പുകഴ്ത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യില്ല. അതായത് ഇവിടുത്തെ സുഡാപ്പികളെ ഫണ്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. മാപ്പറുകൾ ശമ്പളം കൊടുക്കുന്ന ഇവിടുത്തെ സുഡാപ്പികളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡി കെ ശിവകുമാർ കുംഭമേളയിൽ പങ്കെടുത്തു, പ്രയാഗ്രാജിൽ പോയി കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തു. അപ്പോൾ അതിന് പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. എന്താണെന്നറിയോ? അതായത് ചുമ്മാ ഫാമിലിയായിട്ട് പോയിട്ട് അവിടെ കുംഭമേളയിൽ പങ്കെടുത്ത് വരാനല്ല ശിവകുമാർ ഉത്തർപ്രദേശിൽ UP-യിൽ പ്രയാഗ്രാജിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഡി കെ ശിവകുമാർ സാക്ഷാൽ യോഗി ആദിത്യനാഥുമായിട്ട് ഏകദേശം 3 മണിക്കൂറോളം ചർച്ച നടത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ശരിക്കും കോൺഗ്രസിനെ കോൺഗ്രസ് പാർട്ടിയെ പിടിച്ചുലക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ദേശീയ മാധ്യമങ്ങൾ പലരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡി കെ ശിവകുമാർ പോയത് കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ സാക്ഷാൽ യോഗി ആദിത്യനാഥുമായിട്ട് 3 മണിക്കൂറോളം ചർച്ച നടത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാർത്തയാണ്. എന്തുകൊണ്ട് ഡി കെ ശിവകുമാർ യോഗി ആദിത്യനാഥുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിഷയമാണ്. അപ്പോൾ ഇതിനാസ്പദമായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് ഈ മാർച്ചിൽ, അതായത് അടുത്ത മാസം, ഇന്ന് ഫെബ്രുവരി 27-ാം തീയതി, നാളെ ഈ മാസം അവസാനിക്കും, മാർച്ച് പകുതിയാകുമ്പോൾ കർണാടക മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് ഡി കെ ശിവകുമാർ. അതായത് ബി ജെ പി ഭരണത്തെ തൂത്തെറിഞ്ഞ് കോൺഗ്രസ് കർണാടക ഭരണം പിടിക്കുമ്പോൾ അവിടെ ഒരു ഡീലുണ്ടായിരുന്നു. ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി, അടുത്ത 2.5 വർഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും, അതായത് ഇവരാണ് ഹൈക്കമാൻഡ്. ഇപ്പം മാധ്യമങ്ങളൊക്കെ പറയുന്നൊക്കെ ഹൈക്കമാൻഡ് ഈ ആരോട് ഹൈക്കമാൻഡ് വെച്ച് ഇവർ 3 പേരാണ്. ഈ ഫാമിലി, ഈ ആങ്ങളെയും പെങ്ങളെയും ഈ തള്ളയാണ്. അപ്പോൾ ഈ ഹൈക്കമാൻഡിന്, ഈ മൂവർ സംഘമുള്ള ഹൈക്കമാൻഡിന് ഡി കെയെ മുഖ്യമന്ത്രിയാക്കാൻ താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് ഒരു തരത്തിലും അവർ ഹൈക്കമാൻഡ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഡി കെ മുഖ്യമന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇൻ കേസ് നിങ്ങൾ ഡി കെക്ക് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി പണി തരുന്നുള്ളൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഈ മൂവർ സംഘം. അപ്പോൾ ഡി കെക്ക് മനസ്സിലായി, ഇനി ഇൻ കേസ് എന്തായാലും തന്നെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് ഏകദേശം 10, 20, 30 MLA-മാരുണ്ട്. അപ്പോൾ യോഗിയായിട്ട് സംസാരിച്ചതിന്, അപ്പോൾ ഇവിടെയാണ്, ഈ ഒരു സമയത്താണ് ഡി കെയും യോഗി ആദിത്യനാഥുമായി സംസാരിച്ചതിലുള്ള ഒരു പ്രാധാന്യം നമുക്ക് കാണേണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി കെ ഉദ്ദേശിക്കുന്നുണ്ടാവും, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞല്ലോ, അതായത് കുംഭമേളയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ പട്ടിണി മാറും, അതായത് ശരിക്കും അപമാനിക്കുകയായിരുന്നു. അതായത് ഭാരതീയ സംസ്കാരവും സനാതന സംസ്കാരത്തെയും ശരിക്കും അപമാനിക്കുകയായിരുന്നു ഈ കിളവൻ ചെയ്തത്. അപ്പോൾ ഈ കിളവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയാണ് സ്വന്തം ഫാമിലിയായിട്ട് ഡി കെ ഇതിൽ പങ്കെടുത്തത്. അതൊരു പരസ്യമായ മെസ്സേജാണ്. അതായത് തൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പരസ്യമായ സ്റ്റാൻഡ്, അതായത് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാടിൻ്റെ കൂടെയല്ല, എനിക്ക് എൻ്റേതായ കാര്യമാണ്. ഡി കെ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് എന്താ പറഞ്ഞതെന്നറിയോ? ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, ഇത് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ല. അതായത് എൻ്റെ വിശ്വാസം വേറെ, പാർട്ടി വേറെ. ശരിക്കും അങ്ങനെയല്ലേ? ഇവിടെ മുസ്ലിങ്ങൾക്ക്, ഇവിടുത്തെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? മുസ്ലിങ്ങൾക്ക് അവർക്ക് വേണ്ട എല്ലാ ആചാരങ്ങളും ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നു. ഹിന്ദുക്കളുടെ കേസ് വരുമ്പോൾ അവരൊന്നും ഫോളോ ചെയ്തില്ല, ഹിന്ദുക്കളുടെ ആചാരങ്ങളൊന്നും ഫോളോ ചെയ്തില്ല. ഇതെന്ത് നീതിയാണ്? അത് തന്നെയാണ് ഡി കെ ശിവകുമാർ
മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് ഇതെൻ്റെ ആചാരമാണ്, ഇതെൻ്റെ പേഴ്സണൽ വിഷയമാണ്, പാർട്ടിയുമായിട്ട് ഇത് ബന്ധമില്ല എന്ന് പരസ്യമായി പറയാൻ ധൈര്യം കൊടുത്തത് ആരാന്നറിയോ? സാക്ഷാൽ യോഗി ആദിത്യനാഥാണ്. അതായത് ഇൻ കേസ് മാർച്ച് പകുതിയിൽ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിലുണ്ടല്ലോ DK ശിവകുമാർ പാർട്ടി വിടും, BJP സപ്പോർട്ടോടുകൂടി അവിടെ DK മുഖ്യമന്ത്രിയാകും. BJP ആഗ്രഹിക്കുന്നതാണ്. അതായത് BJPക്ക് കർണാടകയിൽ അതൊരു സ്ട്രോങ് ഫേസ് ഇല്ല. DK ആണെന്നുണ്ടല്ലോ ശരിക്കും ഈ കർണാടകയിൽ BJP ഗവൺമെൻറ്റിനെ മാറ്റിയിട്ട്, അതായത് അവിടെ തൂത്തെറിഞ്ഞിട്ട് ഈ കോൺഗ്രസിന് ഭരണത്തിലേറിയത് പിന്നെ സിദ്ധരാമയ്യ ഒന്നല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ കൂടുതൽ ഹൈപ്പ് കൊടുത്തത് സിദ്ധരാമയ്ക്കാണ്. സിദ്ധരാമയ്യ ഒന്നുമില്ല, ഒരു കോപ്പുമല്ല. ഈ DKയുടെ ഒരു ഡിറ്റർമിനേഷനാണ് കോൺഗ്രസ് പാർട്ടി അവിടെ ഭരണത്തിലേറ്റിയത്. അതായത് DK എന്താ പറയുക ആദ്യം ബാർഗെയിൻ ചെയ്തിരുന്നു. എനിക്ക് ആദ്യം ഫുൾ 5 വർഷം മുഖ്യമന്ത്രിയാക്കണമെന്ന് ബാർഗെയിൻ ചെയ്തിരുന്നു. പക്ഷേ എന്താ പറയുക സിദ്ധരാമയ്യ അവഗണിക്കാൻ പറ്റില്ല. ഈ കോൺഗ്രസിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ രാഹുൽ ഗാന്ധിക്ക് പാർട്ടി നശിപ്പിക്കുന്ന, കോൺഗ്രസ് പാർട്ടി നശിപ്പിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് അറിയാം. അതായത് ഒരുപാട് എക്സാമ്പിളുണ്ട് നമ്മുടെ മുമ്പിൽ. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. മധ്യപ്രദേശിൽ കമൽനാഥിൻ്റെ പേരിലല്ല മധ്യപ്രദേശിൽ ആദ്യം കോൺഗ്രസിന് ഭരണം കിട്ടിയത്. പക്ഷേ എന്താ പറയുക അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഒരു കപ്പാസിറ്റി, ഒരു കാലിബറിലാണ് അവിടെ കിട്ടിയത്. പക്ഷേ ഭരണം കിട്ടിയപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ തഴഞ്ഞു, കമൽനാഥിന് മുഖ്യമന്ത്രിയായി. പിന്നെന്താ ഉണ്ടായേ? സിന്ധ്യ 10-20-25 MLA-മാരായിട്ട് BJPയുടെ കൂടെ പോയി. അതായത് കഴിവുള്ള ആരെയും കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധിയും അതായത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഈ മൂവർ സംഘം നിയോഗിക്കില്ല. അത് തന്നെയാണ് കർണാടകയിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ വരുന്ന മാർച്ചിൽ സിദ്ധരാമയ്യെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല രാഹുൽ ഗാന്ധി. DK ശിവകുമാറിന് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നില്ല. അത് DKക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ കൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥുമായിട്ട് ചർച്ച നടത്തിയത്. എന്താ പറയുക, വേറെ ഓപ്ഷൻ പുള്ളി നോക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് അമിത്ഷാ കർണാടകയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു, ഈഷ ഫൗണ്ടേഷൻ്റെ ഒരു മെഡിറ്റേഷൻ കോഴ്സിലൊക്കെ. ആ സമയത്തൊക്കെ DK ശിവകുമാർ ഏകദേശം 10 മണിക്കൂറോളം അമിത്ഷായിട്ട് ചിലവഴിച്ചു ഒരു വേദിയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DK എന്താ പറയുക കേന്ദ്ര നേതൃത്വം, അതായത് ഹൈക്കമാൻഡ് DK മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് തങ്ങളെക്കാട്ടും മുകളിൽ നിൽക്കുന്ന, തങ്ങളെക്കാട്ടും കാലിബറുള്ള കപ്പാസിറ്റിയുള്ള ഒരാളെ ഒരു സംസ്ഥാനത്തും രാഹുൽ ഗാന്ധി ടീം മുഖ്യമന്ത്രിയാകുന്നില്ല. രാജസ്ഥാനിലെ ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റിനെ മാറ്റി നിർത്തി ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാക്കി. മധ്യപ്രദേശിൽ എന്താ പറയുക സിന്ധ്യയെ മാറ്റിയിട്ട് കമൽനാഥിനെ, അതായത് ഒരു കഴിവില്ലാത്ത കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കി. അതായത് ഈ കിളവന്മാരൊക്കെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്നത് അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കർണാടകയിലും ഇവന്മാർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ശിവകുമാർ ഒരിക്കലും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല. ആ ഒരു ഘട്ടത്തിൽ ഈ യോഗി ആദിത്യനാഥുമായി നടത്തിയ ചർച്ചയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഇന്നലെ അമിത്ഷായുമായിട്ട് ഏകദേശം 10 മണിക്കൂറോളം സ്റ്റേജ് പങ്കിട്ടു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് DK ശിവകുമാർ വേറെ വഴി നോക്കും. അതായത് അടുത്ത മാസം ഏകദേശം മാർച്ച് പകുതിയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ BJP സപ്പോർട്ടോടെ താൻ പാർട്ടിയിൽ നിന്ന് പുറത്ത് വരും. അതായത് BJPയുടെ സപ്പോർട്ട് ഉണ്ടാവും. BJPയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് MLA-മാരെ ചാടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് ശിവകുമാർ മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയാലും മാർച്ച് പകുതിയോടുകൂടി കർണാടകയിൽ തന്നെ ഒരു വൻ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാവാനാണ് സാധ്യത. അതായത് സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ രേവന്ത് റെഡ്ഡിയെ കഴിഞ്ഞ ദിവസം മോദിയായിട്ട് സംസാരിച്ചിരുന്നു. അവിടെ വേറെ വിഷയം, അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തെലങ്കാനയിൽ ഭരണം പോവുകയാണ്, കർണാടകയിലും ഭരണം പോവുകയാണ്. ഇവന്മാരെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവന്മാർക്കെതിരെ, അതായത് ഇവന്മാരെക്കാട്ടിയും കഴിവുള്ള ആൾക്കാർ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാക്കില്ല. ഇവന്മാരെ ചൊൽപ്പടി നിൽക്കുന്ന കിളവന്മാരെ മാത്രമേ മുഖ്യമന്ത്രിയാക്കുള്ളൂ. നമ്മൾ AICC പ്രസിഡന്റ് സ്ഥാനം ഇലക്ഷൻ വരുമ്പോൾ തന്നെ ശശി തരൂർ മത്സരിച്ചു. അവർ 85 വയസ്സുള്ള കാർഗെ പ്രസിഡൻ്റാക്കി. ഒന്ന് ആലോചിക്കുക, ഈ കാർഗെ എന്ന് പറഞ്ഞ കിളവനുണ്ടല്ലോ, എഴുന്നേറ്റ് നടക്കണമെങ്കിൽ തന്നെ 4 ആൾ പിടിക്കണം. എന്താണെന്ന് പറയുന്നവർ ഈ കിളവനും അത്തും പുത്തുമായി, അതായത് ഈ വടക്കൻ കേരളത്തിൽ പറയില്ലേ അത്തും പുത്തുവാ, കുറച്ച് പ്രായം കഴിഞ്ഞാൽ അത്തും പുത്തുവാ, അതുമാതിരിയായി ഈ കിളവൻ. എന്നിട്ട് ആ കിളവനെയാണ് പിടിച്ച 4 ആൾ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ 4 ആൾ പിടിക്കണം. അങ്ങനത്തെ ഒരാളെയാണ് പ്രസിഡൻ്റായി നിർത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കുക ഈ പാർട്ടിയുടെ ഒരു ഗതികേട്. അപ്പോൾ DK ശിവകുമാറിനെ പോലെയുള്ള സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള, നല്ല കാലിബറുള്ള, നല്ല കപ്പാസിറ്റിയുള്ള ഒരു ലീഡറെ ഒരിക്കലും കർണാടകയിൽ മുഖ്യമന്ത്രി ആക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ശിവകുമാർ വേറെ ഓപ്ഷൻ തേടുന്നത്. ശിവകുമാർ മനസ്സിലായി, അതായത് എന്നെ എന്തായാലും മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പുള്ളിയുടെ ഒരു ആഗ്രഹം വെച്ച്, അതായത് പുള്ളി നല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തിട്ടാണ് കോൺഗ്രസിന് ഭരണം കിട്ടിയത് കർണാടകത്തിൽ. അപ്പോൾ പുള്ളിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ മുഖ്യമന്ത്രി ആവണമെന്ന്. പുള്ളിക്കാരനെ തെറ്റു പറയാൻ പറ്റില്ല, ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കാരണം തന്നെയാണ് യോഗി ആദിത്യനാഥുമായിട്ട് സംസാരിച്ചതും അമിത്ഷായുമായിട്ട് വേദി പങ്കിട്ടതും. ഇവരുമായിട്ട് ഒരു ഡീലിംഗ് ഉണ്ട്. അമിത്ഷായും എന്താ പറയുക ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് മാർച്ച് പകുതി വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് അവിടെ എന്താ പറയുക മുഖ്യമന്ത്രി ആക്കുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാം. അതൊരു വെയിറ്റ് എന്നാണ് ശിവകുമാറിൻ്റെ അടുത്ത് ഈ എന്താ പറയേണ്ടത് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഗി ആദിത്യനാഥുമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ യോഗി ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിലൊരു വലിയൊരു ഫിഗർ തന്നെയാണ്. BJPയുടെ പല കാര്യങ്ങളും എന്താ പറയുക തീരുമാനം എടുക്കാൻ തക്ക രീതിയിൽ യോഗി വളർന്നിരിക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കിളവൻ്റെ ഭീഷണി വകവെക്കാതെ, അതായത് കാർഗെയുടെ ഭീഷണി വകവെക്കാതെ ശിവകുമാർ എന്താ പറയുക കുംഭമേളയിൽ പങ്കെടുത്തതും യോഗിയുമായിട്ട് ഒരുപാട് നേരം ഏകദേശം 2-3 മണിക്കൂർ സംസാരിച്ചതും. അപ്പോൾ എന്തായാലും നമുക്ക് മാർച്ച് പകുതി വരെ കാത്തിരിക്കാം. ശിവകുമാർ
മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അവിടെയും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് കാത്തിരിക്കുന്നതിനായിട്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.